ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് പറഞ്ഞു. സിംഗിൾ, ഡബിൾ ആൻഡ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. അതിൽ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ പോകത്തുള്ളൂ. നമുക്ക് ലാസ്റ്റ് നോഡ് നൾ നോഡായിരിക്കും. ഫസ്റ്റ് നോഡിനെ ഹെഡർ നോഡ് എന്നാണ് പറയുന്നത്. ഒരൊറ്റ വെയിൽ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യും. ഇനി ഈ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെ നമുക്ക് അറേ യൂസ് ചെയ്ത് സ്റ്റാറ്റിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, ഡൈനാമിക് റെപ്രസെൻറ്റേഷനും ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റാറ്റിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനാണെങ്കിൽ രണ്ട് അറേ വേണം. ഒന്നെന്ന് പറയുന്ന ഡേറ്റയും ഒന്നെന്ന് പറഞ്ഞാൽ ലിങ്ക് സ്റ്റോർ ചെയ്യാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു ലിങ്ക് ലിസ്റ്റാണ്. ഈ ലിങ്ക് ലിസ്റ്റിൻ്റെ അകത്ത് ഇത് ഹെഡർ പാർട്ട്, ദെൻ ഇത് ഫസ്റ്റ് നോഡ്, സെക്കൻഡ് നോഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. അപ്പോൾ ഓരോ നോഡും അതിൻ്റെ എലമെൻ്റാണ് 59, അതിൻ്റെ പോയിൻ്റർ. അതായത് നെക്സ്റ്റ് ഏതിലോട്ട് പോകണമെന്നാണ് ചെയ്തിരിക്കുന്നത് 38. ഇവിടെ നിന്ന് പോയിൻ്റർ നേരെ ഇതിലാണെങ്കിൽ നെക്സ്റ്റ് 18ലോട്ട് വന്നതാണ്. അതാണ് ഈ പോയിൻ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ഇതെടുക്കുക, അറേ എടുക്കുക. ആ അറയ്ക്കകത്ത് ഒന്നിൻ്റെ അകത്ത് ഡേറ്റ പാർട്ടും ഒന്നിൻ്റെ അകത്ത് ലിങ്ക് പാർട്ടും. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന 59-ലാണെങ്കിൽ 59ൻ്റെ ലിങ്ക് പാർട്ട് 41 ആണെങ്കിൽ നേരെ 41 വരുന്നു. 41 എന്താണ് ഇരിക്കുന്നതെന്ന് നോക്കും. 41 എന്താണ് ഇരിക്കുന്നത് അതായിരിക്കും ഡേറ്റ പാർട്ടിലോട്ട് പോകുന്നത്. ഓക്കെ, അതായത് 51 കഴിഞ്ഞു നമുക്കിവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? 59 കഴിഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 38 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ഒരൊറ്റ മെമ്മറിയിലേക്കകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 59 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് പോയിരിക്കുന്ന 41 എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. അപ്പോൾ നേരെ 41 ലൊക്കേഷൻ വെക്കുക. അതിൻ്റെ അകത്ത് 38. അപ്പോൾ 59 കഴിഞ്ഞാൽ അടുത്ത് 38ൻ്റെ ലിങ്ക് ഇരിക്കുന്നത് 15 എന്ന് പറഞ്ഞ ലൊക്കേഷൻ. അപ്പോൾ ലിങ്ക് സ്റ്റോർ ചെയ്യാൻ ഒരു ലൊക്കേഷനും ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഒരു ലൊക്കേഷനും സാധാരണ ചോദിക്കാറില്ല. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. ഇനി ഡൈനാമിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇതാണ് കുറച്ചും കൂടി എഫിഷ്യൻറ്റ്. സ്റ്റാറ്റിക് റെപ്രസെൻ്റ് ചെയ്യുന്നതിനേക്കാളും എഫിഷ്യൻറ്റ് വേ ഇതാണ്. ഇതിൻ്റെ അകത്ത് കുറേ സ്റ്റോറേജ്, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു അല്ലേ, കുറേ നമുക്ക് പൂളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റോറേജ് എഫിഷ്യൻ്റായിട്ട് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ അകത്തൊരു മെമ്മറി ബാങ്കുണ്ട്, മെമ്മറി മാനേജറുണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ എത്രമാത്രം ഫ്രീ സ്പേസ് ഉണ്ട് അതിനെ കളക്ട് ചെയ്യുന്ന ജോലിയാണ് മെമ്മറി ബാങ്കിൻ്റെ. മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമർ ആയിരിക്കും. അയാളായിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത് ഏതാണ് നമ്മൾ എടുക്കുന്നതെന്ന്. നമുക്ക് നോഡ് ആവശ്യമുള്ള സമയത്ത് നമ്മൾ റിക്വസ്റ്റ് മാനേജറിന് കൊടുക്കും. മാനേജർ പോയി ബാങ്കിൽ പോയി സെർച്ച് ചെയ്യും. ബാങ്കിലുണ്ടെങ്കിൽ മാനേജർ ഗ്രാൻഡ് ചെയ്യും, ബാങ്കിലില്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ പറയും. ഓക്കെ, പിന്നെ അൺയൂസ്ഡ് നോട്ട്സ് ഉണ്ടെങ്കിൽ, മെമ്മറി ബാങ്കിനകത്ത് അൺയൂസ്ഡ് നോട്ട്സ് ഉണ്ടെങ്കിൽ അതിനാണ് ഗാർബേജ് കളക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഗാർബേജിനെ കുറിച്ചെല്ലാം നമുക്ക് പിന്നെ പഠിക്കാം. ഇനി അടുത്ത് ഡൈനാമിക് റെപ്രസെൻറ്റേഷനാണ് പറഞ്ഞിരിക്കുന്ന ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ. നോക്കി, നമ്മൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനും എടുക്കാനും പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതൊരു നോഡാണ്, അതിൽ നിന്ന് നമ്മൾ സാധാരണ ഒരു ലിങ്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ലിങ്ക് ലിസ്റ്റിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അത് വെക്കാം, പുതിയ നോഡ് ഇതാക്കാം. ദെൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഇതിനെ നള്ളാക്കാം. അങ്ങനെ ഡൈനാമിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ. അതിന് നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജ് ഒന്നും വേണ്ട. നമുക്ക് എവിടെ ഫ്രീ ഉണ്ട് അവിടേക്ക് നമ്മളങ്ങ് പോകുന്നു. അവിടെ വെച്ച് സ്റ്റോപ്പ് ആവണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഫീൽഡിനെ നള്ളാക്കുന്നു. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഓഫ് എ സിംഗിൾ ലിങ്ക് ലിസ്റ്റ്. സിംഗിൾ ലിങ്ക് ലിസ്റ്റിന് ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. ക്രിയേഷൻ, ട്രാവേഴ്സ്, ഇൻസെർട്ട്, ഡിലീറ്റ്, കോപ്പി, മെർജിങ്, സെർച്ചിങ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്പറേഷൻസാണ് ഇൻസെർഷനും ഡിലീഷനുമാണ് സിംഗിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ രണ്ട് ഓപ്പറേഷൻസ്. ക്രിയേറ്റ് ഒരു നോഡ്, നമ്മളെങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോഡാണ്. അതിന് രണ്ട് പാർട്ട് കാണാറുണ്ട്, ഡേറ്റ പാർട്ടെന്നും അതുപോലെ തന്നെ ലിങ്ക് പാർട്ടെന്നും. ഈ ലിങ്ക് പാർട്ട് എന്ന് വെച്ചാൽ വേറൊരു നോഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇതെല്ലാം നോഡാണ്, ഒറ്റ ഡേറ്റയല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റയാണ്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പാണ് സ്ട്രക്റ്റ്. പേരിഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിപ്പോൾ ലിങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് നോഡ്, ഇതിൻ്റെ അർത്ഥം ഒരു സ്ട്രക്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു നോഡിനെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെ വേണോ അതെല്ലാം നമുക്കിവിടെ വയ്ക്കാം. ഡേറ്റ പാർട്ട് വേണമെങ്കിൽ ഡേറ്റ എന്ന് വയ്ക്കാം, ലിങ്ക് ആണെങ്കിൽ ലിങ്ക്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ നോഡിൽ 2 ഉള്ളെങ്കിൽ 2 വെച്ചാൽ മതി. 3 ഉണ്ടെങ്കിൽ ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് 3 വരും. ഇപ്പോൾ ഇവിടെ 2 ഉള്ളൂ, അപ്പോൾ സ്ട്രക്ചറിൻ്റെ അകത്ത് 2 വന്നോളും. ഓക്കെ, എന്നിട്ട് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഇൻ്റ് ആണെങ്കിൽ ഇൻ്റ് എന്ന് കൊടുക്കാം, ക്യാർ ആണെങ്കിൽ ക്യാർ എന്ന് കൊടുക്കുക. എന്താണ് ഡേറ്റ ടൈപ്പ് അത് അതേപോലെ കൊടുക്കാം. ഇനി ഈ ലിങ്ക് എന്ന് പറയുന്നത് എന്താ? വേറൊരു നോഡിലോട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം അതെന്താണ്? ഒരു
പോയിൻ്ററാണ്. പോയിൻ്റർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ സ്റ്റാറാണ് യൂസ് ചെയ്യുന്നത്. എന്ത് പോയിൻ്ററാണ്? സ്ട്രക്ചറിൻ്റെ ഒരു പോയിൻ്ററാണ്. ഇൻഡോ ഒന്നുമല്ല, സ്ട്രക്റ്റാണ്. അപ്പോൾ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ലിങ്ക് എന്ന് പറയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് നോഡ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഞാനിപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാനിപ്പം സിക്കകത്ത് ചെയ്ത ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എനിക്കിപ്പോൾ ഒരു 2 നോഡ് ക്രിയേറ്റ് ചെയ്യണം. ഒരു നോഡിൻ്റെ പേര് ന്യൂ നോഡെന്നും ഒരു നോഡിൻ്റെ പേര് ടെമ്പ് എന്നുമാണ്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നറിയാമോ? ആദ്യം സ്ട്രക്ചർ എന്ന് പറയുന്ന ഒറ്റ ഒരു ഡേറ്റ സ്ട്രക്ചർ കാണും. എന്നിട്ട് എനിക്ക് 2 നോഡ് വേണം. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കും? സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ന്യൂ നോഡ്, മനസ്സിലായോ? ദെൻ കോമ സ്റ്റാർ ടെമ്പ് സെമിക്കോളൻ. ഏതുപോലെ കൊടുക്കും? എനിക്കിപ്പം ഇൻറ്റ് വേണമെങ്കിൽ, ഞാനിപ്പോൾ ഇൻറ്റിജർ വേണമെങ്കിൽ ഞാൻ എന്തായിരുന്നു ചെയ്യണേ? ഇൻറ്റിജറാണ് വേണ്ടതെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പോൾ എനിക്കൊരു 2 ഇൻറ്റിജർ വേരിയബിളാണ്. ഇപ്പം ന്യൂ നോഡിൻ ടെമ്പെന്നും പറയുന്നത് ഇൻറ്റിജർ ആയിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇൻറ്റിജർ ആയിരുന്നെങ്കിൽ ഇൻറ്റ് ന്യൂ നോഡ് കോമ ടെമ്പെന്ന് എഴുതും, സെമിക്കോളൻ. അതുപോലെ തന്നെ ഇത് രണ്ടും എന്താണ്? ഒരു നോഡാണ്. നോഡാകുമ്പോൾ അത് ഇൻറ്റിജറിന് പകരം എന്തായി? സ്ട്രക്ചർ നോഡായി. എപ്പോഴും അത് ഒരു പോയിൻ്റർ ആയിരിക്കും. അതുകൊണ്ട് സ്റ്റാറും കൂടെ കൊടുത്തു. സ്ട്രക്ട് നോഡ് സ്റ്റാർ ന്യൂ ഡേറ്റ, അങ്ങനെ എത്ര ഇത് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നോഡ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ട്രാവേഴ്സലാണ്. ട്രാവേഴ്സിൽ ഇതൊട്ടാണ് നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ട്രാവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ട്രാവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ അറിയാം, വിസിറ്റ് ചെയ്യുക. ഫസ്റ്റ് നോഡ് തൊട്ട് ലാസ്റ്റ് നോഡ് വരെ വിസിറ്റ് ചെയ്യുന്നതിന് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ അകത്തൊരു 3 നോഡ്സ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഹെഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് നോഡ് ഹെഡ്. അപ്പം ഞാനിപ്പോൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ യൂസ് ചെയ്യാണ്, PTR എന്ന് പറഞ്ഞാൽ പോയിൻ്റർ വേരിയബിൾ ഞാൻ യൂസ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഈ ഹെഡിനെടുത്ത് PTRലോട്ട് വെച്ചു. എന്നിട്ട് ഞാൻ നോക്കുന്നു. അപ്പം ആദ്യം എനിക്ക് PTR ആദ്യം എവിടെയാണ് പോകുന്നത്? ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ PTR എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെഡാണ്. ഹെഡിൻ്റെ പ്രത്യേകത അതൊരു നോഡാണ്. അപ്പോൾ അതിന് ഏതൊക്കെ പാർട്ട് കാണും? ഈ PTRന് തന്നെ 2 പാർട്ട് കാണും. ഏതൊക്കെ കാണും? ഡേറ്റ പാർട്ടും കാണും, ലിങ്ക് പാർട്ടും കാണും. നമുക്കിവിടെ ഡേറ്റ പാർട്ട് നോക്കണോ? വേണ്ട. PTRൻ്റെ ഡേറ്റ പാർട്ടിൽ 10 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഡേറ്റ പാർട്ടിൻ്റെ അടുത്ത് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ട്രാവേഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാ എലമെൻറ്റിനെയും സെർച്ച് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഹെഡിനെ എടുത്ത് PTRൽ വെച്ചാൽ PTRന് എന്തൊക്കെ വരും? ഡേറ്റ പാർട്ടും കാണും, ലിങ്ക് പാർട്ടും കാണും. ഡേറ്റ പാർട്ടിൻ്റെ അകത്ത് അതിൻ്റെ എലമെൻറ്റും, ലിങ്ക് പാർട്ടിൻ്റെ അകത്ത് നെക്സ്റ്റിലോട്ടുള്ള അഡ്രസ്സും. അപ്പം നമ്മൾ PTRൻ്റെ ഡേറ്റ അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. PTR ആരോ ഡേറ്റ എന്നാണ് ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ലിങ്ക് ആണെങ്കിൽ PTR ആരോ ലിങ്ക് എന്ന് പറഞ്ഞാണ് ലിങ്ക് പാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അപ്പോൾ ഹെഡിനെ എടുത്ത് ഞാൻ PTRലോട്ട് അസൈൻ ചെയ്തു. ഈ അസൈൻ ചെയ്യുമ്പോഴാണ് ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് അത് വരുന്നത്. ഓക്കെ, ഹെഡിനെ PTR ആക്കി. അപ്പോൾ എൻ്റെ ഒരു ആദ്യം PTR ഇവിടെയാണ് നിൽക്കുന്നത്. PTRന് ഡേറ്റ പാർട്ടുണ്ട്, ലിങ്ക് പാർട്ടുണ്ട് ഒന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡേറ്റ പാർട്ടിലുള്ള എലമെൻറ്റിന് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ലിങ്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എലമെൻറ്റിലോട്ട് പോകുന്നത്. അപ്പം എന്ത് ചെയ്യുക? ആദ്യം ഇത് PTR ആണെങ്കിൽ PTRൻ്റെ ഡേറ്റ പാർട്ട് നോക്കുക, ഡേറ്റ പാർട്ടിനെ പ്രിൻറ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് പാർട്ട് നോക്കുക. ലിങ്ക് പാർട്ടിൽ എന്താണ് ഇരിക്കുന്നത്? നെക്സ്റ്റ് ഡേറ്റയാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പം ഇനി അടുത്ത എനിക്ക് എന്ത് ചെയ്യണം? ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇത് വേണ്ടേ? അപ്പോൾ ഇതെൻ്റെ പുതിയ PTR ആവണം. അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? എൻ്റെ ഈ PTRനെ ലിങ്കിനെടുത്ത് പുതിയ PTR ആയിട്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് നേരത്തെ നമ്മളവിടെ പറഞ്ഞ കാര്യം തന്നെ ഞാനിപ്പോൾ ഒരു ഇത് ചെയ്യണം. ഓക്കെ, ഇപ്പം എനിക്കിപ്പോൾ 3 നോഡുണ്ട്. 1, 2, 3 എന്നാണ് അതിൻ്റെ അകത്തുള്ള ഡേറ്റ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പോയിൻ്റർ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ ഇതാണ് എൻ്റെ ആദ്യത്തെ ഹെഡ്. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ റൂൾ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഹെഡിനെടുത്ത് ഞാൻ PTRലോട്ട് വെച്ചു. ഓക്കെ, അപ്പം ആദ്യം ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ നോക്കുന്ന PTRൻ്റെ PTRന് 2 പാർട്ടുണ്ട്, ഡേറ്റ പാർട്ടും ലിങ്ക് പാർട്ടും. ലിങ്ക് പാർട്ട് നള്ളെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ വെച്ച് തീർന്നു, ഇനി നോഡില്ല, സ്റ്റോപ്പ് ചെയ്യാം. ലിങ്ക് പാർട്ട് നള്ളല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത സ്ഥലം ഉണ്ടെന്നുള്ളത്. ഓക്കെ,
PTRൻ്റെ ലിങ്ക് പാർട്ട് നള്ളാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലിങ്ക് ലിസ്റ്റ് തീർന്നു. PTRൻ്റെ ലിങ്ക് പാർട്ട് നള്ളല്ലെങ്കിൽ അടുത്തതിലോട്ട് പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഹെഡിനെ എടുത്ത് PTRലോട്ട് വെച്ചു. എന്നിട്ട് PTRൻ്റെ എന്ത് നോക്കും? ലിങ്ക് നോക്കും. ലിങ്ക് ഈസ് ഈക്വൽ ടു നള്ളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും ചെയ്യൂല, നമ്മൾ അതങ്ങ് എക്സിറ്റായി പോകും അല്ലേ. ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ള്, ലിങ്ക് നള്ളല്ലെന്ന് വെച്ചാൽ അതിൽ വീണ്ടും അടുത്തതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണോ, ലിങ്ക് ലിസ്റ്റ് തീർന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? PTRലിരിക്കുന്ന ഡേറ്റയെ നമുക്കങ്ങ് പ്രിൻറ്റ് ചെയ്യാം. ട്രാവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ഡേറ്റയും പ്രിൻറ്റ് ചെയ്യണം. 1 2 3 എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ PTRൻ്റെ ഡേറ്റ പാർട്ടിലിരിക്കുന്ന സാധനമാണ് ഇത്. അപ്പോൾ അതിനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ്, ഓക്കെ, പ്രിൻറ്റ് PTR ഡേറ്റ. അപ്പോൾ ഡേറ്റ പാർട്ടിലിരിക്കുന്ന 1നെ പ്രിൻ്റ് ആവും. എന്നിട്ട് അടുത്ത എനിക്ക് എന്ത് ചെയ്യണം? അടുത്ത ഇതിലോട്ട് വരണം. ഇതിലോട്ട് വെറുതെ വരാൻ പറ്റുമോ? അറേ ആണെങ്കിൽ അറേ ഓഫ് 1, അറേ ഓഫ് 0 എന്നൊക്കെ പറയാം. ഇത് അങ്ങനെ നമുക്കുണ്ടോ? ഇല്ല. പകരം ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ ഇരിക്കുന്ന? PTRൻ്റെ ലിങ്കിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതെൻ്റെ പുതിയ PTR ആവണമെങ്കിൽ PTR ഓഫ് ലിങ്കിലിരിക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇവിടെ 2000 ആണെന്ന് വെച്ചോ. 2000 ആയിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഈ 2000 എൻ്റെ പുതിയ PTR ആയാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ PTR എന്ന് പറയുന്നത് ഇവിടെ വന്നു. മനസ്സിലായോ? PTR ഇവിടെ വന്നു. അപ്പോൾ PTRൻ്റെ ലിങ്കിനെ എടുത്ത് ഞാൻ എന്താക്കും? PTR ആക്കും. അതിൻ്റെ അർത്ഥം ഈ ഫസ്റ്റ് വരുന്ന PTR, ഓക്കെ, ഫസ്റ്റ് വരുന്ന PTR പറഞ്ഞുതരാമേ ഒന്നുകൂടെ. PTR ഓഫ് ലിങ്കിനെ എടുത്ത് PTRലോട്ട് വെച്ചു. ഒന്നും കൂടെ പറഞ്ഞുതരാം. നമുക്കിവിടെ 3 ഡേറ്റാസാണ് ഉള്ളത് അല്ലേ. 3 ഡേറ്റാസാണ് ഉള്ളത്. ഇപ്പോൾ ലാസ്റ്റിൽ വരുമ്പോൾ അത് സ്റ്റോപ്പാണ്. 1 2 3 എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ, ഫോർ എക്സാമ്പിൾ 200, ഇതിന് 300 ആണെന്ന് വെച്ചോ. ഇതിൻ്റെ ലൊക്കേഷൻ 100. അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ അകത്ത് ആദ്യം 100 ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനങ്ങ് PTR ആക്കും. അപ്പോൾ അതിനെ PTR ആക്കണമെങ്കിൽ ഈ വേരിയബിളിനെ എന്തിലോട്ട് അസൈൻ ചെയ്താൽ മതി? PTRലോട്ട് അസൈൻ ചെയ്താൽ മതി. അപ്പം ഹെഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു PTR എന്ന് പറഞ്ഞു. ഇനി ഞാൻ PTRന് 2 പാർട്ടുണ്ട്, ഡേറ്റ പാർട്ടും ലിങ്ക് പാർട്ടും. PTRൻ്റെ ലിങ്ക് പാർട്ട് നോക്കും. ലിങ്ക് പാർട്ട് നള്ളാണെങ്കിൽ, നള്ളാണോ ഇവിടെ? നള്ളല്ല. നള്ളാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു. നള്ളല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതിലെ ഡേറ്റ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കും PTRൻ്റെ ലിങ്ക്. അപ്പോൾ PTRൻ്റെ ലിങ്ക് നള്ളല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? PTRൻ്റെ ഡേറ്റയെ അങ്ങ് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, PTRൻ്റെ ഡേറ്റയെ പ്രിൻറ്റ് ചെയ്തു. ഇനി അടുത്ത എന്തുണ്ട്? ഇപ്പോൾ ഇതായി. ഇനി അടുത്ത എനിക്ക് 2 പ്രിൻറ്റ് ചെയ്യണം. 2 പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്താവണം? ഇത് PTR ആവണം. ഇത് PTR ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ PTRൻ്റെ ലിങ്കിലല്ലേ ഇതിരിക്കുന്ന? PTRൻ്റെ ലിങ്കിനെ എന്ത് ചെയ്യുക? എടുത്ത് PTR എന്നാക്കുക. അപ്പോൾ PTRൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ എടുത്ത് PTR ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആര് PTR ആവും? ഇദ്ദേഹം PTR ആവും. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും. PTRൻ്റെ ലിങ്ക് നള്ളാണോ? അല്ല. അല്ലെങ്കിൽ ഇതിനെ അങ്ങ് പ്രിൻറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് ഇതിൻ്റെ PTRൻ്റെ ലിങ്കിൽ ഇരിക്കുന്നത് ആരാണോ? 300, അതിന് PTR ആക്കും. ഇപ്പോൾ പുതിയ PTR ഇതാണ്. പുതിയ PTR മനസ്സിലാക്കി വേണം പോവാൻ. അപ്പോൾ ഇതിൽ നോക്കിയ PTRൻ്റെ ലിങ്ക് നള്ളല്ലേ? ആണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ട, അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് നോക്കിക്കേ, ഇവിടെ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഹെഡിനെടുത്ത് PTRലോട്ട് വെച്ച് ഹെഡിനെടുത്ത് PTR നള്ളാണോ നോക്കും. നള്ളല്ലെങ്കിൽ നള്ളാവുന്നവരെ ചെയ്യും. നള്ളല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഡേറ്റ പാർട്ടിന് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഇതിനങ്ങ് പ്രിൻറ്റ് ചെയ്യും, 10നെ പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലിങ്ക് പാർട്ട്, അതിനാണ് ഇവർ നെക്സ്റ്റ് എന്ന് എഴുതിക്കുന്നത്. ലിങ്ക് എന്ന് എഴുതിയാലും മതി, നെക്സ്റ്റ് എന്ന് എഴുതിയാലും മതി. PTRൻ്റെ ലിങ്കിനെ എടുത്ത് PTR ആക്കും. ഇപ്പോൾ PTRൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ എടുത്ത് പുതിയ PTR. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇതാണ് എൻ്റെ PTR നള്ളാണോ നോക്കും. അല്ലെങ്കിൽ ഈ എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യും. ദെൻ അടുത്ത PTRൻ്റെ ലിങ്ക് എടുത്ത് അടുത്തത് എടുക്കും. അപ്പോൾ ഇതെടുക്കും. ദെൻ PTRൻ്റെ ലിങ്ക് നോട്ടിക്കൽ ടു നള്ളാണെങ്കിൽ പ്രോസസ്സ് ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ലിങ്കിനെ ട്രാവേഴ്സ് ചെയ്ത് പോകുന്നത്. കണ്ടോ, അടുത്തതിൽ PTR വന്നു.
ഇതെങ്ങനെ വന്നതെന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇത് ഹെഡ്, ദെൻ ഹെഡിനെ ഞാൻ ആദ്യം PTR ആക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഡേറ്റയെ പ്രിൻ്റ് ചെയ്തു. നെക്സ്റ്റ് ഇതിനെ PTR ആക്കി. അതിൻ്റെ സ്റ്റെപ്പാണ്, അതിനെ PTR ആക്കുന്ന സ്റ്റെപ്പാണ് ഇത്. ഓക്കെ, അത് സ്റ്റെപ്പ് നല്ലോണം പഠിച്ചിട്ടാണ് ഇനി നമുക്ക് അങ്ങോട്ടെല്ലാം ഉള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മാറ്റി ഇതെൻ്റെ പുതിയ PTR. ഓക്കെ, ഇനി ഇൻസെർഷനാണ് മെയിൻ ഓപ്പറേഷൻ. ഇൻസെർട്ട് ചെയ്യുന്ന 3 സ്ഥലത്ത് ഇൻസെർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ, എൻഡിൽ, വേറെ ഏത് ലൊക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എവിടെ ഇൻസെർട്ട് ചെയ്യുന്നെങ്കിലും നമുക്ക് ആദ്യം ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചോണം. നമുക്കൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നേരത്തെ പോലെ തന്നെ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ന്യൂ നോഡ്, ഇങ്ങനെയാണ് ഞാൻ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെമിക്കോളൻ കൊടുക്കും, പുതിയ നോഡ് ഇതെന്ന് പറഞ്ഞാൽ നോഡിന് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. ഈ നോഡിന് മെമ്മറി ഒന്നുമില്ല. നോഡിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫങ്ഷനാണ് malloc. ഓക്കെ, ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് malloc. ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോൾ തൽക്കാലം malloc ആണ് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യാനുള്ളത്. malloc എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫങ്ഷൻ ആയിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് സൈസ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ സൈസ് ഓഫ് ഓപ്പറേറ്ററാണ് വിളിക്കുന്നത്. എന്തിൻ്റെ സൈസ് അനുസരിച്ചാണ്? നമ്മുടെ നോഡ് വെറും നോഡല്ല, സ്ട്രക്റ്റ് നോഡിൻ്റെ സൈസ് അനുസരിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ malloc സൈസ് ഓഫ് സ്ട്രക്റ്റ് നോഡ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? malloc ആണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനുള്ള. ആരുടേതാണ്? നോഡിൻ്റെതാണ്. അപ്പോൾ സ്ട്രക്റ്റ് നോഡിൻ്റെ മെമ്മറി അതിൻ്റെ എത്ര സൈസ് ഉണ്ടോ അതനുസരിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ആയിരിക്കും. ഇതൊക്കെ എന്തിനാണെന്നൊക്കെ ഉള്ളത് വലിയ കഥയാണ്, അതിന് നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. നമുക്കൊരു ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രക്റ്റ് നോഡ്, ആ നോഡിൻ്റെ സ്റ്റാർ, ആ നോഡിൻ്റെ പേര് കൊടുക്കാം. അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. malloc സൈസ് ഓഫ് സ്ട്രക്റ്റ് നോഡ്, അതിന് മുമ്പായിട്ട് സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടുക. ദെൻ സെമിക്കോളൻ എടുത്ത് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇൻസെർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത്, ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്ന 3 ലിങ്ക് ലിസ്റ്റ്, 3 നോഡാണ്. ഇത് 3ആണ് നോഡ്. ഞാൻ സ്റ്റാർട്ടിങ്ങിലാണ് ഇൻസെർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ന്യൂ നോഡ് 5 ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, 5നെ ഞാൻ ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം എങ്ങനെയാണ് ഇൻസെർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് നോക്കിക്കോ. ആദ്യം ഞാൻ ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആ ടെമ്പിൻ്റെ അകത്ത് 2 പാർട്ട് കാണും. ഒരു ഡേറ്റ പാർട്ടും കാണും, ഒരു ലിങ്ക് പാർട്ടും കാണും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടെമ്പ് ക്രിയേറ്റ് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ടെമ്പിൻ്റെ അകത്ത് ഡേറ്റ പാർട്ടും ലിങ്ക് പാർട്ടും. ഡേറ്റയ്ക്കകത്ത് ഞാൻ 5 എന്നുള്ള ഡേറ്റ കൊടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എൻ്റെ ടെമ്പിൻ്റെ ലിങ്ക് എടുത്ത് ഇപ്പോഴത്തെ ഹെഡ് എന്താണോ അതിലേക്ക് അസൈൻ ചെയ്തു. ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് നോഡായിരിക്കാം അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ടെമ്പിനെ അസൈൻ ചെയ്തു. ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് നോഡിലേക്ക് ഞാൻ എൻ്റെ ടെമ്പിനെ അസൈൻ ചെയ്തു. അപ്പോൾ എന്തായി മാറി? ഇതിൻ്റെ ആരോ ഇതായി മാറി. എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് ആവണമെന്നില്ല. ഇനി അടുത്ത എന്ത് ചെയ്യുന്നു, അതിനെ സ്റ്റാർട്ടിങ് ആക്കും. ഓക്കെ, അപ്പം അതാണ് ആദ്യം ചെയ്യുന്ന ടെമ്പിൻ്റെ ലിങ്ക്. ഇപ്പോൾ എൻ്റെ ഹെഡ് എന്തായിരുന്നു? ഹെഡ് ഇതാണല്ലേ, എൻ്റെ ഹെഡ് ഇതാണ്. ഹെഡിനെ എടുത്ത് ടെമ്പിൻ്റെ ലിങ്കിലോട്ട് വെച്ചു. അപ്പോൾ ടെമ്പിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഹെഡാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. അടുത്ത സ്റ്റെപ്പ് ചെയ്തിരിക്കുന്ന, ഇപ്പം ഞാൻ നേരത്തെ എനിക്ക് എന്തായിരുന്നു ഉള്ളത്? ഹെഡ് എന്ന് പറയുന്നത് ഇതിലോട്ടാണ് അസൈൻ ചെയ്യുന്നത്. ഇനി ഇതിലോട്ടാണ് അസൈൻ ചെയ്യാനുള്ളത്. പുതിയ ഹെഡ് ഇതാണ് അല്ലേ. പുതിയ ഹെഡ് എന്ന് പറയുന്നത് ഏതാണ്? ടെമ്പാണ് പുതിയ ഹെഡ്. അപ്പോൾ അതിലോട്ട് എങ്ങനെ അസൈൻ ചെയ്യാൻ നോക്ക്. ഇതിനെടുത്ത് കളയും. എന്നിട്ട് കളയുന്നൊന്നും വേണ്ട, ജസ്റ്റ് ഹെഡിനെ ടെമ്പിലോട്ട് അസൈൻ ചെയ്താൽ മതി. അപ്പോൾ ടെമ്പെന്ന് പറയുന്നതിനെ എടുത്ത് ഹെഡിലോട്ട് അസൈൻ ചെയ്തു. ഹെഡ് ഈക്വൽസ് ടെമ്പ്. അപ്പോൾ എന്തായി? ഇപ്പോഴത്തെ പുതിയ ഹെഡ് ടെമ്പായി മാറി. എനിക്കെപ്പോഴും തിരിച്ച് പറയാനാണ് എളുപ്പം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇൻസെർഷൻ്റെ അകത്ത് ഇൻസെർഷൻ അറ്റ് ദ ബിഗിനിങ് ആണ്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ എന്താ നോഡ്. ഇനി 5 ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ ടെമ്പ് ക്രിയേറ്റ് ചെയ്തു, 5 എന്നും ഒരു ലിങ്കും വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് ഇരിക്കുന്ന നോഡ് ഹെഡായിട്ടിരിക്കുന്നതെടുത്ത് എൻ്റെ ടെമ്പിൻ്റെ ലിങ്കിൽ വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യത്തെ നോഡ് ടെമ്പിൻ്റെ ലിങ്കിലോട്ടായി. അപ്പോൾ എൻ്റെ ഹെഡ് എന്ന് പറയുന്ന ടെമ്പിൻ്റെ ലിങ്കായി. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? എനിക്ക് എൻ്റെ ടെമ്പിനെ പുതിയ ഹെഡാക്കണം. അപ്പോൾ ടെമ്പിനെ ഹെഡിലേക്ക് അസൈൻ ചെയ്തു. അപ്പോൾ എന്തായി? ടെമ്പ് പുതിയ ഹെഡായി.
ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിൽ ഫില്ല് ചെയ്യുന്ന അതിൻ്റെ അൽഗോരിതമാണ്. കാണാതെ പഠിക്കാതെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം. ഫസ്റ്റ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ നോഡാണ് ഫസ്റ്റ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ആ നോഡ് ക്രിയേറ്റ് ചെയ്ത് ടെമ്പ് എന്നാണ് നോഡിൻ്റെ പേരെങ്കിൽ ടെമ്പ്. ഓക്കെ, എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ടെമ്പ്, അതിൻ്റെ മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, വിച്ച് ഈസ് ഇക്വൽ ടു സ്ട്രക്റ്റ് നോഡ് എം അലോഗ് സൈസ് ഓഫ് സ്ട്രക്റ്റ് നോഡ് സെമിക്കോളൻ. ഇത് നമ്മൾ ലാബിലാണ് കൂടുതൽ ചെയ്യുന്നത്. തിയറി പഠിക്കുമ്പോൾ ക്രിയേറ്റ് നോഡ് ടെമ്പ് എന്ന് എഴുതിയാൽ മതി. ഇത്രയും എഴുതിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതെല്ലാത്തിൻ്റെ അകത്ത് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതൊരെണ്ണം പഠിച്ച അടുത്ത ആദ്യം ഞാൻ നോക്കും ഞാൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡ് ഉണ്ടോ. ഇല്ലെങ്കിൽ മെമ്മറി അണ്ടർഫ്ലോ ആണ്, അവിടെ ഇൻസെർഷൻ ഒന്നും നടക്കുന്നില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ഐറ്റം എനിക്ക് ഇൻസെർട്ട് ചെയ്യാനുള്ള ഐറ്റം എടുത്ത് ഞാൻ എവിടെ വയ്ക്കും? ടെമ്പിൻ്റെ ഡേറ്റ പാർട്ട്. അപ്പോൾ ടെമ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി. എനിക്ക് 2 പാർട്ടുണ്ട്. ടെമ്പിന് ഡേറ്റ പാർട്ടുണ്ട്, ലിങ്ക് പാർട്ടുണ്ട്. എൻ്റെ ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിൽ ഞാൻ എന്തിനെടുത്ത് വയ്ക്കും? ഐറ്റത്തിനെടുത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ 5 ആണെങ്കിൽ 5-നെടുത്ത് സ്റ്റോർ ചെയ്തു. ഇനി എനിക്ക് എന്തുണ്ട്? ടെമ്പിൻ്റെ ലിങ്ക് പാർട്ടുണ്ട്. ടെമ്പിൻ്റെ ലിങ്ക് പാർട്ട് എന്ന് പറയുന്നതായിരിക്കും എൻ്റെ പുതിയ ഹെഡ്. പഴയ ഹെഡിനെടുത്ത് ഞാൻ എവിടെ വയ്ക്കും? ടെമ്പിൻ്റെ ലിങ്ക് പാർട്ട്. ഇനി അടുത്തത് എൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ടെമ്പാണ് എൻ്റെ ഹെഡ്. ഓക്കെ, അപ്പോൾ ഹെഡിനെ ഞാൻ ആരായിട്ട് അസൈൻ ചെയ്യും? ടെമ്പിന് ഞാൻ ഹെഡായിട്ട് അസൈൻ ചെയ്യും. അപ്പോൾ അത്രയും സ്റ്റെപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 3 സ്റ്റെപ്പാണ് ഇൻസെർഷൻ അറ്റ് ദ ബിഗിനിങ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടെ അത് പോസ് ചെയ്ത് കേൾക്കുക. ഇനി ഇൻസെർഷൻ അറ്റ് ദ എൻഡിൽ ഇൻസെർട്ട് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 40 എനിക്ക് ഇൻസെർട്ട് ചെയ്യണം. എവിടെ ഇൻസെർട്ട് ചെയ്യേണ്ടത്? ദ എൻഡിലെന്ന് വെച്ചാൽ അത് ഇവിടെ വേണം ഇൻസെർട്ട് ചെയ്യാൻ. അതെങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ ഈ നൾ വരെ എത്തണം. അപ്പോൾ അതിന് വേണ്ടി ട്രാവേഴ്സ് ചെയ്യണം. ട്രാവേഴ്സ് ചെയ്യുന്ന മുമ്പ് ആദ്യം ഞാനൊരു ടെമ്പ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് ഡേറ്റയും വയ്ക്കും. അതിൻ്റെ അകത്ത് ലിങ്കും ഉണ്ടാകും, അഡ്രസ് പാട്ടും കാണും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ട്രാവേഴ്സ് ചെയ്ത് PTR വെച്ച് ട്രാവേഴ്സ് ചെയ്ത് ലാസ്റ്റ് നോഡ് വരും. നൾ നോഡ് വരുമ്പോൾ PTR ഓഫ് നള്ളിനെടുത്ത് ഏതിലോട്ട് അസൈൻ ചെയ്യും? ടെമ്പിലോട്ട് അസൈൻ ചെയ്യും. അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇൻസെർഷൻ അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് ചെയ്യുന്നത്? നമ്മുടെ PTRൻ്റെ ലിങ്ക് ഞാൻ ടെമ്പിലോട്ട് അസൈൻ ചെയ്യും. എന്നിട്ട് ടെമ്പിൻ്റെ ഐറ്റത്തിനെടുത്ത് ടെമ്പിൻ്റെ ഡേറ്റയിലോട്ട് വയ്ക്കും. അതായത് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്ന? ഹെഡിനെടുത്ത് PTRലോട്ട് വയ്ക്കും. PTRൻ്റെ ഇത് ട്രാവേഴ്സിൻ്റെ സെയിം സ്റ്റെപ്പാണ്. PTRൻ്റെ ലിങ്ക് നോക്കും, നള്ളാണോ? നോട്ട് ഈക്വൽ ടു നള്ളല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? PTRൻ്റെ ലിങ്ക് എടുത്ത് പുതിയ PTR. അപ്പോൾ ഇതായി എൻ്റെ PTR. ദെൻ അടുത്ത ഞാൻ വീണ്ടും നോക്കും, PTRൻ്റെ ലിങ്ക് നള്ളാണോ? അല്ലെങ്കിൽ PTRൻ്റെ ലിങ്കിനെടുത്ത് ഞാൻ പുതിയ PTR. അപ്പോൾ ഇതെൻ്റെ പുതിയ PTR. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? ഈ PTRൻ്റെ ലിങ്ക് നള്ളാണോ? ആണെങ്കിൽ ഈ PTRൻ്റെ ലിങ്കിനെ എങ്ങോട്ട് അസൈൻ ചെയ്യണം? ടെമ്പിലോട്ട് അസൈൻ ചെയ്യണം. എന്നിട്ട് ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിൽ ഐറ്റത്തിനെടുത്ത് സ്റ്റോർ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി മറ്റേ പാർട്ട് നള്ളായിക്കോളും. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് നമുക്ക് ഇൻസെർട്ടായി. ഓക്കെ, ഒന്ന് നോക്കിയേ. നമ്മൾ എന്ത് ചെയ്യും? PTR ആക്കി. ഇതിന് ഫസ്റ്റ് നോഡിനെ PTR ആക്കി. നള്ളല്ലെങ്കിൽ അടുത്ത വന്നു PTR നള്ളാണോ നോക്ക്, നള്ളല്ല. നെക്സ്റ്റ് അടുത്ത നോഡ് PTR നള്ളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? PTRൻ്റെ ഈ കണ്ടോ, PTRൻ്റെ നള്ളിനെടുത്ത് ടെമ്പിലോട്ട് അസൈൻ ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതുമ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ ഇൻസെർട്ട് ചെയ്തിട്ട് പേപ്പറിൽ എഴുതുമ്പോൾ ഇത് 1. ഓക്കെ, ഞാൻ അടുത്ത ചെയ്യുന്നത് നിങ്ങൾ 2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണെങ്കിൽ 2. അങ്ങനെ എഴുതിപ്പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ദെൻ PTRൻ്റെ അടുത്ത് ചെയ്തു. ഓക്കെ, അടുത്ത ഒരു പൊസിഷനിലോട്ട് ഞാൻ ഇൻസെർട്ട് ചെയ്യാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ 20 കഴിഞ്ഞ് എനിക്ക് 25 ഇൻസെർട്ട് ചെയ്യണം. അതെങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, 20 കഴിഞ്ഞിട്ട് വേണം 25 ഇൻസെർട്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യമേ ഞാൻ എന്ത് ചെയ്യും? ഇൻസെർട്ട് ചെയ്യാനുള്ള ഏത് കഴിഞ്ഞിട്ടാണ് ആ കീയെ ഞാൻ എടുക്കും. ഓക്കെ, റീഡ് ദ വാല്യൂ ഓഫ് ദ കീയുടെ വാല്യൂ റീഡ് ചെയ്യും. ഇപ്പോൾ എനിക്ക് 20 ആണെന്ന് കിട്ടി. ഓക്കെ, 20 ആണ് എൻ്റെ വാല്യൂ എന്നുള്ളത് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക. ഞാൻ എന്താ ചെയ്യാൻ പോവേണ്ടത്? ഈ ഹെഡിനെ എടുത്ത് എനിക്ക് PTRൽ വയ്ക്കുക. എന്നിട്ട് ഇതാണോ എലമെൻ്റ് എന്ന് നോക്കുക. അല്ലെങ്കിൽ അടുത്ത ഇവിടെ വരിക. PTR ഇതാണോ എലമെൻ്റ്? ആണെങ്കിൽ ഈ നള്ള് ഇതിൻ്റെ ഇങ്ങോട്ടല്ലേ പോയിരിക്കുന്നത്? ഇതിൻ്റെ ലിങ്ക് ഇങ്ങോട്ടല്ലേ പോയിരിക്കുന്നത്? ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരാക്കിയിട്ട് ഇതിനെ ഇങ്ങോട്ട് അയക്കാൻ മതി. അപ്പോൾ ഇൻസെർട്ട് ആയില്ലേ? മനസ്സിലായോ? ഇൻസെർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാവേഴ്സ് ചെയ്ത് 20 വരെ എത്തും. 20യുടെ
ഈ പോയിൻ്ററിന് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇതിനടുത്ത് ഇങ്ങോട്ട് അസൈൻ ചെയ്യും, ഇതിനടുത്ത് ഇങ്ങോട്ട് അസൈൻ ചെയ്യുമ്പോൾ ഓക്കെ ആയില്ലേ. ഇനി അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കിക്കോ. ഫസ്റ്റ് ഞാൻ PTR ആക്കി 10 നോക്കും, 10 ആണോ എലമെൻ്റ് നോക്കും, അല്ല. ദെൻ PTR അടുത്ത വന്നു, PTR വന്നപ്പോൾ 20 ആണ് എലമെൻറ്റ്. 20 എലമെൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ കണ്ട 20ന്ന് 30 പോയ ലിങ്കിനെ എടുത്ത് കളഞ്ഞു. പകരം എന്ത് ചെയ്തു, ടെമ്പിൻ്റെ ലിങ്കിനെ എടുത്ത് 30 വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 20ൻ്റെ ലിങ്ക് എടുത്ത് ടെമ്പിലോട്ട് അസൈൻ ചെയ്തു. അപ്പോൾ അവിടെ നോഡ് ഇൻസെർട്ട് ആയോ, ആയി. ഇനി അടുത്ത അതിൻ്റെ അൽഗോരിതം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നോക്കിക്കേ. അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നോക്കിക്കേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, PTRൻ്റെ നമ്മൾ ഹെഡ് എടുത്ത് PTRൽ വയ്ക്കും. PTRൻ്റെ ഡേറ്റ് കീക്ക് തുല്യമാണോ നോക്കും. ആദ്യത്തെ കേസിൽ ഇത് നോട്ട് ഈക്വൽ ടു കീ ആണെങ്കിൽ വീണ്ടും ഈ PTRൻ്റെ ലിങ്ക് എടുത്ത് ഇതിലോട്ട് വെച്ചു. ഓക്കെ, എന്നിട്ട് അടുത്തത് അങ്ങനെ നോക്കി ലാസ്റ്റ് PTRൻ്റെ ഡേറ്റ നമുക്ക് സെർച്ച് ചെയ്യാൻ 20 ആയി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ 20 അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് 28ന് ശേഷം ഇൻസെർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും. ആദ്യം നോക്കും PTRൻ്റെ ഡേറ്റ കീ ആണോ, 10 കീ ആണോ, അല്ല. 20 കീ ആണോ, അല്ല. 30 കീ ആണോ, അല്ല. പക്ഷെ 40 നോക്കാൻ പറ്റുമോ, ഇല്ല, കാരണം പിന്നെ അങ്ങോട്ടില്ലായിരുന്നു അല്ലേ. അപ്പോൾ PTRൻ്റെ ലിങ്ക് നള്ളായാൽ അതിൻ്റെ അകത്ത് സെർച്ച് അങ്ങനെ ഒരു എലമെൻ്റ് ഇല്ല. അതുകൊണ്ട് അതിനുശേഷം ഇൻസെർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു എലമെൻറ്റ് വേണ്ടേ, അതിനുശേഷം ഇൻസെർട്ട് ചെയ്യാൻ പറ്റുന്ന എലമെൻ്റാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്തത് നോക്കി, സ്റ്റെപ്പ് ചെയ്ത് ആ 2 സ്റ്റെപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ, ഡേറ്റ കണ്ടു കഴിഞ്ഞാൽ 20 ആദ്യം ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്, ആദ്യം ചെയ്യുന്നത് PTRൻ്റെ ലിങ്ക് എടുത്ത് ടെമ്പിൻ്റെ ലിങ്കിൽ വയ്ക്കുക. PTRൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്ത് അതെടുത്ത് ഇങ്ങനെ വെച്ചു. ഓക്കെ, PTRൻ്റെ ലിങ്ക് എടുത്ത് ടെമ്പിൻ്റെ ലിങ്കിനെ PTRൻ്റെ ലിങ്കാക്കി. അത് കഴിഞ്ഞ് എൻ്റെ ടെമ്പായിരിക്കും പുതിയ PTRൻ്റെ ലിങ്ക് എടുത്ത് ടെമ്പിലോട്ട് വെച്ചു. PTRൻ്റെ ലിങ്ക് എടുത്ത് ടെമ്പിൻ്റെ ലിങ്ക് എടുത്ത് PTR. അതാണ് ഇവിടെ. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ സ്റ്റെപ്പ് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് കണ്ടോ, അത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെമ്പിൻ്റെ ലിങ്കിൽ കണ്ടോ, ഇതിങ്ങനെ വരച്ച് പഠിച്ചാൽ മതി. ഇത് 1 എന്ന്. ഓക്കെ, പഠിക്കുമ്പോൾ നിങ്ങൾ വരച്ച് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇത് 1, അത് കഴിഞ്ഞ് 1 then 2 കണ്ടോ, ഇപ്പോഴത് വരും. ഇനി അടുത്ത ഡിലീറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നല്ല, എലമെൻറ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ലൊക്കേഷനെ ഡിലീറ്റ് ചെയ്യാം, ലാസ്റ്റ് ലൊക്കേഷൻ ഏത് ലൊക്കേഷൻ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ 10നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സിമ്പിളി എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതായിരിക്കും എൻ്റെ ഹെഡിൻ്റെ ലിങ്ക് എടുത്ത് ഇപ്പുറത്തോട്ടങ്ങ് വെച്ചാൽ പോരെ. മനസ്സിലായോ? ഇതിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഹെഡ് എവിടെയാണോ പോയിൻ്റ് ചെയ്തിരിക്കുന്ന അതെടുത്ത് ഇതിൻ്റെ പോയിൻ്റർ എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മാത്രം മതി. നോക്കിയേ, നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കി, ഇതാണ്. ബിഗിനിങ്ങിന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ഹെഡിക്കറ്റ് നള്ളാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, empty ആണെന്ന് പറയും. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഹെഡിൻ്റെ ലിങ്കിനെ മാറ്റി കൊടുത്താൽ പോരെ. ഇതിനെ പുതിയ ഹെഡാക്കിയാൻ കൊടുത്തു. ഹെഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഹെഡെന്ന് പറയുന്നത് ഇതാണ്, ഹെഡിൻ്റെ ലിങ്ക് ഇതാണ്. ഹെഡിൻ്റെ ലിങ്കിനെ ഹെഡാക്കി കൊടുത്താൽ മതി. അതായത് ഇതാണ് ഈ ഹെഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ ഞാൻ എന്താക്കും, ഹെഡാക്കിയാൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഹെഡ്. അപ്പോൾ ഇതങ്ങ് ഓട്ടോമാറ്റിക്കലി പോയില്ലേ. ഓക്കെ, ഹെഡിനെ എന്തായിട്ട് അസൈൻ ചെയ്യും, ഹെഡിൻ്റെ ലിങ്കായിട്ട് അസൈൻ ചെയ്താൽ അത് ഹെഡായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദെൻ ഡിലീറ്റ് ചെയ്തു, 10 ഡിലീറ്റ് ചെയ്തു ബിഗിനിങ്. ഇനി അടുത്ത് ഡിലീറ്റ് ഫ്രം ദ എൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം എൻഡ് വരെ എത്തണം അല്ലേ. ആദ്യം ഞാൻ കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതിനെ PTR ആക്കി ഇതിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരും. PTR ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരുമ്പോഴാണ് ഇവിടെ ഡിലീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യും, വെറുതെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ വേണം നള്ളാക്കി കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിവിടെ നിന്ന് അങ്ങ് പൊക്കോളും. ഇതിനെ നള്ളാക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പോകും. പക്ഷേ അതിനെ നള്ളാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, ഇവിടെ നിന്നിട്ട് വേണം, ഇവിടെ എനിക്ക് വരുമ്പോൾ ഇതിനെ വേണം നള്ളാക്കാൻ. അപ്പോൾ 2 നോഡ് വേണം, ഒരു പ്രീവിയസ് നോഡെന്നും ഒരു കറണ്ട് നോഡെന്നും. ഞാൻ ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് പോയാൽ ഇതെൻ്റെ പ്രീവിയസായി, ഇത് കറണ്ടായി. ഓക്കെ,
ഇനി ഞാൻ അടുത്ത് ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് പോയാൽ എന്തായി, ഇത് പ്രീവിയസ് ആയി, ഇത് എൻ്റെ കറണ്ട് നോഡായി. ഓക്കെ, എന്നിട്ട് ഞാൻ കറണ്ട് നോഡ് എപ്പോഴെങ്കിലും നള്ള് കാണുമ്പോൾ പ്രീവിയസ് നോഡിനെ നള്ളാക്കും. അപ്പോൾ എന്തായി, ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് പോകും. ഓക്കെ, അതായത് രണ്ട് നോഡ്സ് വേണം, ഒന്ന് പ്രീവിയസ് എന്നും ഒന്ന് കറണ്ട് എന്നും. ആദ്യം പ്രീവിയസും കറണ്ടും ഒന്നിൽ നിൽക്കും, ഹെഡിൽ നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ കറണ്ടാക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറണ്ടിൻ്റെ നള്ളുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതിനെ പ്രീവിയസ് ആക്കിയിട്ട് ഇതിനെ കറണ്ടാക്കും. അപ്പോൾ കറണ്ടിൻ്റെ നള്ള് ഇല്ല, കറണ്ട് നള്ളാണെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പ്രീവിയസിനെ നള്ളാക്കും. അപ്പോൾ ഇതങ്ങ് പോകും. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. നോക്കിക്കോ, നമ്മൾ ആദ്യം പ്രീവിയസും കറണ്ടും ഒരു നോഡിലാക്കി. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ കറണ്ടിനെ ആ കറണ്ടിൻ്റെ നെക്സ്റ്റ് നോഡിനെ ലിങ്കിനെടുത്ത് കറണ്ടിലോട്ട് അസൈൻ ചെയ്തു. ഇപ്പോൾ എൻ്റെ കറണ്ട് ഇതാണ്. ഓക്കെ, പ്രീവിയസ് അതാണ്. അപ്പോൾ കറണ്ട് നള്ളാണോ നോക്കും, അല്ല. കറണ്ട് നള്ളല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതിനെ പ്രീവിയസ് ആക്കിയിട്ട് അടുത്തതിന് ഞാൻ കറണ്ടാക്കി. ഓക്കെ, ഇനി കറണ്ട് നള്ളല്ലേ, കറണ്ട് നള്ളാണ്. കറണ്ട് നള്ളായിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക, പ്രീവിയസിൻ്റെ ലിങ്കിനെ നള്ളാക്കുക. ഓക്കെ, പ്രീവിയസിൻ്റെ ലിങ്കിനെ നള്ളാക്കി. അപ്പോൾ എന്തായി, ഓട്ടോമാറ്റിക്കലി അത് എലിമിനേറ്റ് ചെയ്ത് പോയോ, 30 എലിമിനേറ്റ് ചെയ്ത് പോയില്ലേ. ഇനി അതെങ്ങനെ വർക്ക് ചെയ്യണേന്ന് നോക്കിയേ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഹെഡിനെ തന്നെ രണ്ടാക്കും, കറണ്ടെന്നും പ്രീവിയസ് നോക്കും, രണ്ട് വേരിയബിൾ സ്റ്റോർ. എന്നിട്ട് കറണ്ടിൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളല്ലെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ ഇപ്പോഴത്തെ കറണ്ടിനെ എടുത്ത് പ്രീവിയസ് വയ്ക്കുക, കറണ്ടിൻ്റെ ലിങ്കിനെ എടുത്ത് കറണ്ടിൽ വയ്ക്കുക. ഇപ്പോഴത്തെ കറണ്ട് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ലിങ്കാണ്. ഇങ്ങനെ പോയി ലാസ്റ്റ് എന്ത് ചെയ്യും, കറണ്ട് ലിങ്കാവും. കറണ്ട് ലിങ്കാകുമ്പോൾ ഇതൊന്നും വർക്കാവാതെ എന്ത് ചെയ്യും, പ്രീവിയസിൻ്റെ ലിങ്കിനെടുത്ത് നള്ളാക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഏതൊരു ലൊക്കേഷനിൽ നിന്ന് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ 30 എന്ന് പറയുന്നതിന് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് എൻ്റെ കീ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എങ്ങനെയാണ് 30നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, 30നെ വേണം ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, 30 എന്ന് പറയുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ടിനെ നള്ളാക്കുക. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യണം, പഴയതുപോലെ പ്രീവിയസും കറണ്ടും വേണം. ഓക്കെ, പ്രീവിയസും കറണ്ടും വന്നു. അടുത്ത കറണ്ടാണോ നമ്മുടെ എലമെൻ്റ് എന്ന് നോക്കും. കറണ്ടല്ല എലമെൻറ്റ് എങ്കിൽ അടുത്തത് കറണ്ടായിട്ട് പോകും. ഓക്കെ, ഇനി എൻ്റെ കറണ്ട് എലമെൻറ്റ് ഫോർ എക്സാമ്പിൾ 30 ആണ്. ഓക്കെ, എൻ്റെ കീ 30ക്ക് തുല്യമാണോ നോക്കും. ഒന്നുകൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാമേ. എനിക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളത് 30 ആണ്. 30 ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ നോക്കേണ്ടത് എൻ്റെ ഹെഡ് നോക്കും. ഓക്കെ, ഹെഡ് നോക്കുമ്പോൾ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഡേറ്റ് 10 ആണ്. 30 ആയിട്ട് കമ്പയർ ചെയ്യും, 10ഉം 30 ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പം നമുക്ക് ഉള്ളത് ഇത് സെയിം ആണോ നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ പോയിൻ്റ് ചെയ്തിരിക്കുന്നതിനെടുത്ത് കറണ്ടാക്കും. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കി എന്താ ചെയ്യുന്നത്, നമ്മൾ അതിനെ പോയിൻ്റ് ചെയ്തതിനെടുത്ത് കറണ്ടാക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോഴത്തെ കറണ്ട് 20 20യും 30യും ഈക്വൽ ആണോ നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് അപ്പുറത്തോട്ട് ചാടുക. അപ്പോൾ അപ്പുറത്തോട്ട് ചാടുമ്പോൾ എന്ത് ചെയ്യുന്നു, 20യെ പ്രീവിയസ് ആക്കിയിട്ട് അടുത്തതിനെ കറണ്ടാക്കും. ദെൻ കറണ്ടും 30 ഈക്വൽ ആണോ, ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കറണ്ടും 30 ഈക്വൽ ആണെങ്കിൽ പ്രീവിയസിൻ്റെ ലിങ്കിനെ എടുത്ത് ഏതിലോട്ട് വയ്ക്കുക, കറണ്ടിൻ്റെ ലിങ്കിലോട്ട് വയ്ക്കുക. കറണ്ടിൻ്റെ ലിങ്ക് എന്ന് പറയുന്ന 40യെ ലിങ്ക് ചെയ്തിരിക്കുകയാണ്, അതെന്ന് പറയുന്ന പ്രീവിയസിൻ്റെ ലിങ്കിനെ എടുത്ത് വയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ 30 ഈക്വൽ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എനിക്കിപ്പോൾ ഇതാണ് ഇതിലോട്ട് പോയിൻ്റ് ചെയ്തിരിക്കുക, ഇതിനെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി. പ്രീവിയസിൻ്റെ ലിങ്കിനെ എടുത്ത് എവിടോട്ട് വയ്ക്കുക, കറണ്ടിൻ്റെ ലിങ്ക്, ഇത് കറണ്ടിൻ്റെ ലിങ്ക് ആയിരുന്നല്ലേ, ഈ കറണ്ടിൻ്റെ ലിങ്ക് മാറ്റി പ്രീവിയസിൻ്റെ ലിങ്ക് എടുത്ത് കറണ്ടിലോട്ട് വയ്ക്കുക. അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത് നോക്കിക്കേ, ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. നമ്മൾ ഹെഡ് തന്നെ പ്രീവിയസിലും കറണ്ടിലും കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കറണ്ടിൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ ആവുന്നത് വരെയും കറണ്ടിൻ്റെ ഡേറ്റ കീ ആവാത്തത് വരെയും 30 വരാത്തത് വരെയും നമ്മളിത് ചെയ്യും. എന്ത് ചെയ്യും, കറണ്ടിനെ എടുത്ത് പ്രീവിയസ് നേരത്തെ പോലെ തന്നെ കറണ്ട് എടുത്ത് കറണ്ട് ഓഫ് ലിങ്ക് കൊടുക്കും. കറണ്ട് നള്ളാണെങ്കിൽ എലമെൻറ്റ് ഫൗണ്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പ്രീവിയസിൻ്റെ ലിങ്ക് എടുത്ത് കറണ്ടിൻ്റെ ലിങ്ക്, മറ്റേതിലാണെങ്കിൽ പ്രീവിയസിൻ്റെ ലിങ്ക് നള്ളാക്കും. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, പ്രീവിയസിൻ്റെ ലിങ്ക് നള്ളാക്കും, ഇവിടെ പ്രീവിയസിൻ്റെ ലിങ്ക് കറണ്ടിൻ്റെ ലിങ്ക് ആക്കും. ഓക്കെ, അതാണ് ഡിലീഷൻ എന്ന് പറയുന്നത്. ഇനി മെർജ് ഏറ്റവും സിമ്പിളാണ്. 2 നോഡ് കാണും, L1 എന്നും L2 എന്ന് പറയുന്ന 2 നോഡ്. L2ന് L1ന് ശേഷം നമുക്ക് ചെയ്യണം. എന്ത് ചെയ്യുക, 2 നോഡിന് 2 ഹെഡ് കാണും. ഓക്കെ, ഹെഡ് 1ഉം ഹെഡ് 2ഉം കാണും. എന്ത് ചെയ്താൽ മതി,
ഇപ്പം L1 ശേഷം L2 മെർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ മാറ്റി ഇതിനടുത്ത് ഇവിടെ വെച്ചാൽ പോരെ. അതായത് ഈ ഹെഡ് 1 മൂവ് ചെയ്ത് നൾ പോയിൻ്റർ എത്തുമ്പോൾ ആ നൾ പോയിൻ്ററിനെ മാറ്റി അവിടെ എന്ത് അസൈൻ ചെയ്യുക, ഹെഡ് 2 അസൈൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കിക്കോണം. കണ്ടോ, എന്ത് ചെയ്യുക, നൾ പോയിൻ്ററിനടുത്ത് ഹെഡ് 2 അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ. ഇപ്പോൾ ഇതെന്താ, ഇത് രണ്ടും കൂടെ മെർജായില്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഹെഡ് 1 അടുത്ത് പോയിൻ്ററിലോട്ട് അസൈൻ, ഈ ഹെഡ് 1 അടുത്ത് പോയിൻ്ററിലോട്ട് അസൈൻ ചെയ്യുക. പോയിൻ്റർ നോക്കും, നള്ളാണോ നോക്കും, നള്ളല്ല, ഉടനെ അടുത്തതിലോട്ട് വരും. നള്ളാണോ നോക്കും, നള്ളായിരുന്നു അല്ലേ. നള്ളാണെങ്കിൽ എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക. ഹെഡ് ഓഫ് 2 അടുത്ത് ഈ നള്ളിലേക്ക് അസൈൻ ചെയ്യുക. ഓക്കെ, കണ്ടോ, നമ്മൾ ആദ്യം നള്ളാണോ നോക്കും, നള്ളല്ലെങ്കിൽ അടുത്തതിലോട്ട് പോകും. നള്ളാണെങ്കിൽ ഹെഡ് ഓഫ് 2 അടുത്ത് PTR ലിങ്കിലോട്ട്, എന്നിട്ട് നമുക്ക് റിട്ടേൺ ഹെഡ് 2 എന്ന് റിട്ടേൺ ചെയ്യുക. ഹെഡ് ഓഫ് 1 ആണ് പുതിയ ഹെഡ്. പുതിയതിൻ്റെ ഹെഡ് ഒറ്റ ഹെഡല്ലേ കാണത്തുള്ളൂ, അതാണ് ഹെഡ് ഓഫ് 1. ഓക്കെ, ഇതിനെ ഹെഡ് ഓഫ് 1 എന്ന് വയ്ക്കുക. ഇതാണ് മെർജിങ്. കോപ്പി ചെയ്യാൻ അൽഗോരിതം ചോദിക്കാറില്ല. കോപ്പി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹെഡ് എന്നും PTR കാണും. ആ PTRനെ ഹെഡ് 1 എന്ന് പറയുന്ന വേരിയബിളോട്ട് അസൈൻ ചെയ്യും. ഓക്കെ, PTR 1 എന്ന് പറയും. അടുത്ത ഞാൻ PTRൻ്റെ ലിങ്ക് എടുത്ത് അടുത്ത PTRലോട്ട് വയ്ക്കും. ദെൻ പുതിയ ടെമ്പ് ക്രിയേറ്റ് ചെയ്തു. ടെമ്പിലോട്ടാണ് കോപ്പി ചെയ്ത് വയ്ക്കുന്നത്. ടെമ്പിലോട്ട് നമ്മൾ അസൈൻ ചെയ്തു. ഇനി സർക്കുലർ ലിങ്ക് ലിസ്റ്റിൻ്റെ ഇൻസർഷൻ ഡിലീഷൻ ഒന്നും സാധാരണ ചോദിക്കാറില്ല. സർക്കുലർ ലിങ്ക് ലിസ്റ്റിലെ ലാസ്റ്റ് നോഡ് നള്ളായിരിക്കും ഇതിൽ. ഓക്കെ, സിംഗിൾ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡ് നള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ സർക്കുലർ ലിങ്ക് ലിസ്റ്റിൻ്റെ നമുക്ക് ഹെഡർ എന്ന് പറയുന്ന നോഡെന്ന് പറയുന്നത് ശരിക്കും ഹെഡർ നോഡെന്ന് പറയുന്ന ലാസ്റ്റ് നോഡായിരിക്കും നമ്മുടെ ഹെഡർ നോഡായിട്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. നോക്കി, ഇതാണ് ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ 20, 10, 30, 40, 50. അടുത്ത എന്ത് ചെയ്യുന്നു, 50 ആണ് എൻ്റെ ഇതിൻ്റെ ലാസ്റ്റ് നോഡ്. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 50 ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത് എവിടെയോട്ട് പോകും, ഹെഡിലോട്ട് പോകും. അപ്പം നൾ പോയിൻ്റർ അവിടെ ഇല്ല. ഓക്കെ, നള്ളെന്ന് പറയുന്ന ഒരു പോയിൻ്റർ ഇല്ല. മറ്റേതിലാണെങ്കിൽ ലാസ്റ്റ് നോഡ് നള്ളാവും, ഇവിടെ നള്ളില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നൾ ലിങ്ക് പ്രോബ്ലം അവോയ്ഡ് ചെയ്യാം. നള്ളെന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് അത്ര കെയർ കൊടുത്തൊന്നും ചെയ്യേണ്ട. നൾ വരെ പോകുന്നോ എന്ന് നോക്കണ്ട. മറ്റ് സെർച്ചിങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇപ്പം നോക്കി സിംഗിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ സെർച്ചിങ്ങിൻ്റെ കേസാണ്. ഓക്കെ, സെർച്ചിങ്ങിൻ്റെ കേസിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്, സെർച്ച് ചെയ്യുന്ന സമയം സെർച്ചിങ്ങിൻ്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ, സെർച്ച് മീൻസ് ട്രാവേഴ്സ് ചെയ്യുന്ന സമയം. ഓക്കെ, ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നള്ള് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പക്ഷേ ഒരിക്കലും എന്ത് വരുന്നില്ല, ഇതിൻ്റെ അകത്ത് നള്ള് വരും. ഓക്കെ, സെർച്ചിങ്ങാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതലും സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ചോദിച്ചാലും സെർച്ചിങ്ങാണ് ചോദിക്കുന്നത്. നമ്മൾ സാധാരണ സെർച്ച് ചെയ്യുമ്പോൾ എന്തുണ്ടോയെന്ന് നോക്കുന്നതുകൊണ്ട് PTRൻ്റെ ലിങ്ക് നള്ളാണോ നോക്കും. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നോക്കണ്ട. ഇവിടെ PTRൻ്റെ ഡേറ്റ കീക്ക് തുല്യമാണോ നോക്കും, അല്ലെങ്കിൽ PTR ഹെഡും അല്ലേന്ന് നോക്കും. ഇത് രണ്ടും നോക്കും. ഇത് രണ്ടും നോക്കിയിട്ട് PTRൻ്റെ ലിങ്ക് എടുത്ത് PTRലോട്ട് അസൈൻ ചെയ്യും. ഡേറ്റ എപ്പോഴും PTRൻ്റെ ഡേറ്റ എപ്പോഴും കീ ആയാൽ സെർച്ച് സക്സസ്ഫുൾ, അല്ലെങ്കിൽ സെർച്ച് അൺസക്സസ്ഫുള്ളി എന്ന് പറയും. നള്ളെന്ന് പറയുന്ന കൺസെപ്റ്റേ നോക്കണ്ട. അതാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈസിയാണ്. നമുക്കിപ്പോൾ കോപ്പിയൊക്കെ ചെയ്യണമെങ്കിൽ, സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ, ഡിലീറ്റ് ചെയ്യണമെങ്കിലൊക്കെ എൻ്റയർ ലിസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം തമ്മിൽ കോപ്പി കോൺകാറ്റിനേറ്റ് ചെയ്യുന്നതാണ്. മീൻസ് മെർജ് ഒന്നിൻ്റെ ലാസ്റ്റ് അടുത്തതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇങ്ങനെ ഒരു പ്രോസസ്സിങ് നടത്തിയാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഫസ്റ്റ് ഹെഡർ 1 ആണ് PTR 1. ഓക്കെ, ഇത് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, ഇത് അടുത്ത സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ഇത് തമ്മിൽ നമുക്ക് കോൺകാറ്റിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ സർക്കുലർ ലിങ്ക് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതെടുത്ത് ഇതിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് വെച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതങ്ങ് കട്ട് ചെയ്യുക. ദെൻ എടുത്ത് എന്ത് ചെയ്യുക, ഇതിനെ ഇതിലോട്ട് അങ്ങ് അസൈൻ ചെയ്യുക. ഫസ്റ്റ് ലാസ്റ്റിന് ഇരിക്കുന്നതിനടുത്ത് എന്ത് ചെയ്യണം, ഇപ്പം നമ്മൾ സാധാരണ ലാസ്റ്റ് ഇരിക്കുന്നതിനടുത്ത് നമുക്ക് എന്താ വേണ്ടത്, സർക്കുലർ ഇതിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ വരേണ്ടത്, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറി, ഇതും കൂടെ കോപ്പി ആയില്ലേ. അങ്ങനെയാണ് കോൺകാറ്റിനേറ്റ് ചെയ്യുന്നത്. കോൺകാറ്റിനേറ്റ് മീൻസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഹെഡ് ഓഫ് 1 PTR 1 എടുത്ത് ഹെഡ് ഓഫ് 1, PTR 2 എടുത്ത് ഹെഡ് ഓഫ് 2. ഹെഡ് ഓഫ് 1 PTR 2 അസൈൻ ചെയ്തു.
ഹെഡ് ഓഫ് ടുവിൻ്റെ അകത്ത് PTR1 അസൈൻ ചെയ്തപ്പോൾ മെർജായി. ഓക്കെ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റം ഇങ്ങനെ ചില സമയത്ത് ഇൻഫൈനൈറ്റായിട്ട് പോകും, എവിടെ നിൽക്കണമെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു നോഡിൻ്റെ നെക്സ്റ്റ് നോഡ് എന്താണെന്നൊക്കെ മൂവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. പിന്നെ സ്പെഷ്യൽ നമുക്ക് എന്ത് വേണ്ട, ഒരു വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേറ്റ ഹെഡ് വെക്കുന്ന പോലെ നൾ വെച്ച് ഇതിൻ്റെ ഒരു വേസ്റ്റേജ് എല്ലാം മാറ്റാൻ പറ്റും. ഓക്കെ, ഇതാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റിൻ്റെ പറയുന്നത്. താങ്ക് യു ആൾ.